4.5 വർഷം നീണ്ട സംഘർഷത്തിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വീണ്ടെടുക്കലിൻ്റെ പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രശ്നങ്ങൾ അയഞ്ഞതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറക്കുമതി തീരുവയെ ചൊല്ലി ഇന്ത്യയോട് US ഇടഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ USനെ നേരിടാൻ ചൈനയുമായി വ്യാപാരവും നിക്ഷേപവും പുനരാരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കൂടാതെ ചൈനീസ് ഉദ്യോഗാർത്ഥികൾക്കുള്ള വിസ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക, ചരക്ക് ഇറക്കുമതിയിലെ താരിഫ് തടസ്സങ്ങൾ നീക്കുക, 5 വർഷം മുൻപ് നിരോധിച്ച ചൈനീസ് ആപ്പുകൾ വീണ്ടും അനുവദിച്ചേക്കുക, നിർത്തലാക്കിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കുക, ചൈനീസ് പണ്ഡിതർക്ക് വിസ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചേക്കും. വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മി നികത്താൻ ചൈനയിൽ നിന്ന് നിക്ഷേപം അനുവദിക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതി കയറ്റുമതിയേക്കാൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതിനാൽ ചൈന ഉൾപ്പെടെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് സർക്കാർ അനുമതി നിർബന്ധമാക്കുന്ന 2020 നയത്തിൽ ഇളവ് വരുത്തുന്ന കാര്യവും സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. ചൈനയുമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതും വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതും USനുള്ള വ്യക്തമായ സന്ദേശമാകുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപിൻ്റെ വരവോടെ ചൈനയുമായുള്ള വ്യാപാരേതര ബന്ധം പുനരാരംഭിക്കേണ്ടതിന് കാലത്തിൻ്റെ ആവശ്യമായി മാറിയിട്ടുണ്ട്. ചെറുകിട ഇടത്തര സംരംഭങ്ങൾ ഈ ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നത് സംബന്ധിച്ച് സർക്കാരിന് തീരുമാനം കൈക്കൊള്ളേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ വ്യാപകമായി നിർമ്മിക്കാത്ത ഉൽപ്പന്നങ്ങൾക്കുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള തീരുമാനം രാജ്യത്തിന് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. അതേസമയം ചൈനയുമായുള്ള വ്യാപാരം സജീവമാക്കുന്നതിനോട് സർക്കാരിന് സമ്പൂർണ്ണ താൽപ്പര്യമില്ല. എന്നിരുന്നാലും ഇന്ത്യൻ വ്യവസായികൾ അടക്കം സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ തുറമുഖത്തിലെ ചൈനീസ് കയറ്റുമതിക്കുള്ള നിരോധനങ്ങളും നിയന്ത്രണങ്ങളും നീക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണ് വിലയിരുത്തലുകൾ. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം $118.40 ബില്യൺ എത്തിയിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് USനെ മറികടന്ന് ചൈന തങ്ങളുടെ സ്ഥാനം തിരിച്ചുപിടിച്ചത്. നിലവിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 15% ചൈനയുടേതാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ചൈനയുടെ സ്ഥാനം 22ാമതാണ്. 2000 ഏപ്രിൽ മുതൽ 2024 സെപ്റ്റംബർ വരെ മൊത്തം $2.5 ബില്യൺ FDI മാത്രമാണ് ചൈന നടത്തിയത്. അതേസമയം ഇന്ത്യയിലുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ബീജിംഗ് താൽപ്പര്യപ്പെടുന്നുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. 2020 മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേത് രാജ്യത്തെക്കാളും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ വളരെ കൂടുതലാണ്. നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ, IT മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഔഷധങ്ങൾ എന്നിവയ്ക്ക് ചൈനീസ് മാർക്കറ്റുകളിൽ നിയന്ത്രണം ഉണ്ട്. ചൈനയുമായുള്ള വ്യാപാരം പൂർണ്ണമായി അവസാനിപ്പിക്കുകയെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രായോഗികമല്ല. അതേസമയം ചൈനീസ് നിക്ഷേപങ്ങൾ അനുവദിക്കണോ അതോ വൻതോതിലുള്ള ഇറക്കുമതി തുടരണോ എന്നത് സംബന്ധിച്ച് ഇന്ത്യ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ചൈനീസ് നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് 2023-2024 ഇന്ത്യൻ സാമ്പത്തിക സർവേ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത്. കൂടുതൽ നിക്ഷേപങ്ങൾ അനുവദിക്കുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കോ പ്രാദേശിക ഉൽപ്പന്നത്തിനോ കാര്യമായ സംഭാവന നൽകാത്ത പൂർണ്ണമായും ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.